ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ള പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയും അതിന് ഉത്തരം നൽകാൻ കഴിയുകയും ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഉള്ള ഒരു ലോകത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അതുപോലെ ആർട്ട് വരയ്ക്കാൻ കഴിയുന്ന, കഥ എഴുതാൻ കഴിയുന്ന, കവിത രചിക്കാൻ കഴിയുന്ന, പാട്ട് എഴുതാൻ കഴിയുന്ന അത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉള്ള ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഒരു സയൻസ് ഫിക്ഷൻ കഥ അല്ല. ഇത് ഇന്ന് ലൈവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വഴി വെട്ടിത്തെളിച്ച ഇന്നത്തെ ലോകത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോകത്ത് നിന്നുകൊണ്ട് പിന്നെ ചാറ്റ് ജിപിടിയും അതേപോലെ AI ജനറേറ്റഡ് ഇമേജും AI ജനറേറ്റഡ് വീഡിയോയും പിന്നെ AI ജനറേറ്റഡ് പാട്ടുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഒരു വിപ്ലവം തന്നെ സംഭവിച്ച ഈ ഒരു ലോകത്തിരുന്നു കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിറകിൽ നടക്കുന്നത്? ഇതൊരു മാജിക്കാണോ? അല്ലെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാവും അല്ലേ? അപ്പം ചാറ്റ് GPT ഒക്കെ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഒരു റവല്യൂഷണറി ആയിട്ട് തന്നെ അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കുകയും അതേപോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇമേജുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഈ വ്യവസായ രംഗത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തെ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെഷീൻ ലേണിംഗ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു മാജിക്കലായിട്ടുള്ള ഈ ഒരു ടെക്നോളജിയുടെ പിറകിലുള്ള സംഗതികൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിത് അച്ചീവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ആ ജിജ്ഞാസക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് വളരെയധികം ഉപകരിക്കും എന്നുള്ള ഇതാണ് പറയാനുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിരുന്നു കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മളതിൻ്റെ ടൂൾസ് അല്ലേ, ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ചാറ്റ് GPT ഒക്കെ പോലെയുള്ള ഒരുപാട് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യഥാർത്ഥത്തിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പിന്നെ അത് ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഇൻഡസ്ട്രികളൊക്കെ ഭയങ്കര റവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ആ ഒരു ലോകത്ത് അതിൻ്റെ ഒരു സങ്കീർണതകൾ മാറ്റി വെച്ച് അതിനെ ഏറ്റവും സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു കോഴ്സ് സഹായിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മെഷീൻ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന പോപ്പുലറായിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട് അല്ലേ, ലീനിയർ ആൻഡ് ലോജിസ്റ്റിക് റിഗ്രഷന്, ഡിസിഷൻ ട്രീ, ന്യൂറൽ നെറ്റ്വർക്ക് പോലെയുള്ള അൽഗോരിതങ്ങൾ എങ്ങനെയാണത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എങ്ങനെയാണത് അച്ചീവ് ചെയ്യുന്നത്, അതേപോലെ എന്താണ് ഡീപ്പ് ലേണിംഗ് എന്ന് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ടാവും. എന്താണ് ഡീപ്പ് ലേണിംഗ്, എങ്ങനെയാണ് അത് ഇത്തരത്തിലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംഗതികളെ നമുക്കതിലൂടെ കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ കോഴ്സിലൂടെ മനസ്സിലാക്കും. അതോടൊപ്പം നമ്മൾ ഈ കോഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കോഴ്സ് ഏറ്റവും ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ കോഴ്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ടെക്നോളജി പിന്നെ അല്ലേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ആശങ്കകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ അവിടെ ഉള്ളതോടൊപ്പം തന്നെ പിന്നെ നമുക്കൊരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. ഇത്തരത്തിലുള്ള ഒരു ഭയങ്കര റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞ ആ ഒരു സംഗതി നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. നമുക്കതിൻ്റെ ചില ആശങ്കകളൊക്കെ അവിടെ ഉള്ളതോടൊപ്പം തന്നെ
അപ്പോൾ നമ്മളതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മളതിൻ്റെ ടൂൾസ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായും ടൂൾസ് ഉപയോഗിക്കാൻ ആർക്കും കഴിയും. അതിൻ്റെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മളെ ഒരു ജിജ്ഞാസയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതോടൊപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് നമ്മുടെ കരിയർ ഗ്രോത്തിനും നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള മികവിനും ഒക്കെ അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്കത് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ അതിൻ്റെ ആ ഒരു അതിൻ്റെ തിയറി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിൽ തിയറി ഡീപ്പായിട്ട് തന്നെ ഈ കോഴ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതോടൊപ്പം പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിയറി മനസ്സിലാക്കുകയും അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റ് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, അത് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ വളരെ നോമിനലായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി കോഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു കോഴ്സ് റോളിംഗ് ഔട്ട് ചെയ്യുന്ന ഒരു അവസരത്തിൽ നമ്മൾ വളരെ നോമിനലായിട്ടുള്ള ചെറിയൊരു ഫീസാണ് വാങ്ങുക. ഫീസ് പിന്നെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നിരുന്നാലും ഒരു നോമിനൽ ഫീസ് മാത്രമാണ് നമ്മളിവിടെ വാങ്ങുന്നത്. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടാണ്. ഒരു 40 50 ക്ലാസ്സുകളുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് ഡെലിവർ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ ഒക്കേഷണലി മേ ബി 5 to 10 ക്ലാസ്സുകൾ ലൈവായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേട്ട ശേഷം അതിൻ്റെ പ്രാക്ടിക്കൽസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിലുള്ള ഡൗട്ട്സ് ലൈവായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് ലൈവ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഡെലിവർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം വഴി എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സ് ചോദിക്കാവുന്നതും ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡെലിവർ ചെയ്യുക. പിന്നെ അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ കോഴ്സ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രോഗ്രാമിംഗ് ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് ബേസിക്സ്, കുറച്ച് കാര്യങ്ങൾ സ്റ്റാറ്റിക്സ് അറിയുന്ന ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ പ്ലസ് ടു ലെവലിൽ പിന്നെ നമ്മൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നെ ഡിഗ്രി ലെവലിലൊക്കെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അപ്പം BSc ഡിഗ്രിയിലൊക്കെ പിന്നെ BSc BComലൊക്കെ ഉണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് അറിയണം എന്നുള്ളതാണ്. അത് ഈ കോഴ്സിന് ആവശ്യമായിരിക്കും. പിന്നെ അതേപോലെ കുറച്ച് പ്രോഗ്രാമിങ്ങും അറിയേണ്ടതുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളും ഈ കോഴ്സിന് അതിനെ ബേസ് ചെയ്ത് അത് അറിയുന്നവരാണ് നിങ്ങൾ എന്നുള്ള ധാരണയിലായിരിക്കും കോഴ്സ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത് രണ്ടും കുറച്ചൊരു ബേസിക്സ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഈ കോഴ്സ് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാനും പരമാവധി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക. നമുക്ക് പിന്നെ ഇനിയുള്ള കാലത്ത് മെഷീൻ ലേണിംഗ് അതിൽ ഏറ്റവും നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിറങ്ങി അതിൻ്റെ ടൂൾസ് ഉപയോഗിക്കുന്നവർ മാത്രമായിട്ട് നിൽക്കുകയല്ല, അതിൻ്റെ ഉള്ളിലിറങ്ങിക്കൊണ്ട് അതിൻ്റെ ഇൻസൈഡേഴ്സായിട്ട് നിൽക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഈ കോഴ്സ് സഹായിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവരെയും നമ്മൾ ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താഴെ കൊടുത്ത കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.